മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിലുള്ള കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയി വരുന്നത്. എന്താണ് ഇനി CPI എടുക്കാൻ പോകുന്ന തീരുമാനം എന്ന് തന്നെയാണ് ആകാംക്ഷ. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ CPI സെക്രട്ടേറിയറ്റ് ചേരും, അതിൽ തീരുമാനങ്ങൾ എടുക്കും എന്നുകൂടി മനസ്സിലാക്കുന്നു. എന്ത് ഫോർമുലയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത് CPI അനുനയിപ്പിക്കാൻ എന്നതാണ് അറിയേണ്ടത്. അതിന് CPI വഴങ്ങുമോ എന്നുകൂടി അറിയണം. ഏതായാലും വിട്ടുവീഴ്ചയ്ക്കില്ല PM ശ്രീയുമായി ബന്ധപ്പെട്ട് എന്ന് തന്നെയാണ് CPI നേരത്തെ തന്നെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള CPI നിലപാട് എന്തെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. പിണറായി വിജയനും ബിനോയ് വിശ്വവും തമ്മിലുള്ള കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. CPI ഉഭയകക്ഷി ചർച്ചയിൽ തീരുമാനം എന്താണ് എന്നതാണ് അറിയേണ്ടത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു ആലപ്പുഴയിൽ എന്നതാണ്. ഇതിനുശേഷം ഇതാ CPI സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് തീരുമാനമെടുക്കും. റഷീദിലേക്ക് നമ്മൾ പോവുകയാണ്. റഹീസ്, ആകാംക്ഷ ഇത് തന്നെയാണ്. മുഖ്യമന്ത്രി എന്ത് ഫോർമുലയാണ് മുന്നോട്ട് വെച്ചത്, അത് CPI അംഗീകരിക്കുന്നുണ്ടോ എന്നത്? എന്ത് ഫോർമുലയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് മുമ്പിൽ വെച്ചത്, അത് CPI തള്ളിയോ അതോ കൊണ്ടോ എന്ന കാര്യമാണ് അറിയേണ്ടത്. അല്പസമയം മുമ്പാണ് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലെ 309 മുറിയിൽ അടച്ചിട്ട മുറിയിൽ ഏതാണ്ട് 3/4 മണിക്കൂർ എടുത്ത് നടത്തിയ ചർച്ച അവസാനിച്ച് ബിനോയ് വിശ്വം നമുക്ക് പിന്നിൽ കാണുന്ന 204 നമ്പർ മുറിയിലേക്ക് കയറിയത്. അവിടെയാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ പുറത്തേക്ക് വരുന്നത് കാണാം. ഒരു പക്ഷേ ചർച്ച നമുക്ക് ഇവിടെ നടക്കുന്ന സംഭവവികാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചർച്ച പോസിറ്റീവാണ് എന്ന് ഒരു തരത്തിൽ പറയാൻ സാധിക്കും. എന്താണെന്ന് ചോദിച്ചാൽ, ബിനോയ് വിശ്വം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ നിന്ന മുറിയിലേക്ക് പോയതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുറി ഉള്ള ഭാഗത്തേക്ക് ആദ്യം P പ്രസാദും പിന്നീട് GR അനിലും അതിനു പിന്നാലെ K രാജനും 3 മന്ത്രിസഭയിലെ 3 അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ മുറിയുള്ള 309 നമ്പർ മുറിയുടെ ആ ഭാഗത്തേക്ക് ആണ് പോയിരിക്കുന്നത്. സാധാരണഗതിയിൽ അവിടെ മറ്റാരുകളുമില്ല, മുഖ്യമന്ത്രിയെ തന്നെ കാണാനാണ് അവർ പോയത് എന്ന് മനസ്സിലാക്കാം. മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് വയലാറിലേക്ക് പരിപാടിയിലേക്ക് പോവുകയും ചെയ്യും. ആ പരിപാടിയിൽ ബിനോയ് വിശ്വത്തിന് പങ്കെടുക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പോയതിനു ശേഷം മന്ത്രിമാർ തിരിച്ചെത്തിയതിനു ശേഷം സെക്രട്ടേറിയറ്റ് യോഗം CPIയുടെ ചേരും എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയുടെ വിശദാംശങ്ങൾ ബിനോയ് വിശ്വം സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ അറിയിക്കുകയായിരിക്കും ചെയ്യുക. അതിനുശേഷം എന്ത് തുടർ നീക്കങ്ങൾ CPI ഇനി എന്താണ് ഈ വിഷയത്തിൽ അടുത്ത സ്റ്റെപ്പ് വെക്കേണ്ടത്, മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് ഫോർമുല എന്താണ്, അത് അംഗീകരിക്കണോ അത് തള്ളിക്കളയണോ, ഇനി അതല്ല അതിൻ്റെ മുകളിൽ കൂടുതൽ ചർച്ചകൾ CPIക്ക് നടത്തേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളെല്ലാം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. സംസ്ഥാന എക്സിക്യൂട്ടീവ് മുഖ്യമന്ത്രി പിണറായി വിജയനും ബിനോയ് വിശ്വവും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം എന്ത് തീരുമാനമെടുക്കാനാണെങ്കിലും അതിനുള്ള അനുമതി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് നൽകിയിരുന്നു. അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിരിക്കും ഈ വിഷയത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കുക. ഏതാണ്ട് 45 മിനിറ്റോളം നീണ്ടുനിന്ന ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. കൂടിക്കാഴ്ചയിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നതാണ്, അതായത് ഇനി അറിയേണ്ട ഒറ്റവരി ഉത്തരം, ഈ ചർച്ച ഫലപ്രദമായിരുന്നോ അതോ പാളിപ്പോയോ എന്ന കാര്യം മാത്രമാണ്. അതിൽ ചർച്ചയുടെ ദിശ ഏത് തരത്തിൽ ഒരു പോസിറ്റീവ് സൈൻ തരുന്ന തരത്തിൽ നമുക്ക് ഇവിടെ നടക്കുന്ന സ്വാഭാവികമായും ചർച്ച വളരെ പ്രശ്നമായ രീതിയിലാണ് പോകുന്നതെങ്കിൽ CPIയുടെ മന്ത്രിമാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർ മന്ത്രിസഭയുടെ നേതാവെന്ന നിലയിൽ കാണാൻ പോയതായിരിക്കാം. 3 മന്ത്രിമാരും ചിഞ്ചുറാണി ഇവിടെയുണ്ട്, പക്ഷേ ചിഞ്ചുറാണി ആ മുറിയിൽ തന്നെയാണുള്ളത്. മറ്റ് 3 മന്ത്രിമാരും K രാജനും GR അനിലും P പ്രസാദും മുഖ്യമന്ത്രിയുടെ മുറിയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി അവർ സൗഹാർദ്ദപരമായ സംസാരം, ഒരു മന്ത്രിസഭയുടെ നായകൻ എന്ന നിലയിൽ ആ മന്ത്രിസഭയുടെ അതാണ് റഹീസ്. ഇതിലിപ്പോൾ മുന്നണിയിലെ പ്രശ്നങ്ങൾ എന്ന നിലയ്ക്ക്, അതായത് CPI മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇരുട്ടിൽ നിർത്തി മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുത്തു എന്നതായിരുന്നു അപമാനിക്കപ്പെട്ട ഒരു ഫീൽ അവർക്കുണ്ടാക്കിയതും. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ മന്ത്രിമാരെ കാണാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചതാണോ എന്ന് നമുക്കറിയില്ല. മന്ത്രിമാർ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നു എന്നതും പോസിറ്റീവായി തന്നെ കാണാമല്ലേ? ഉറപ്പായും അതൊരു ചർച്ചയാണോ അതല്ല മന്ത്രിസഭയുടെ തലവൻ എന്ന നിലയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ഒരു മര്യാദയുടെ രീതിയിൽ മറ്റു മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി സൗഹാർദ്ദപരമായി സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണോ എന്ന കാര്യം വ്യക്തമല്ല. വിശദാംശങ്ങൾ എന്നതിന്റെ വിവരങ്ങൾ ശേഖരിക്കുക റഹീസ, അത് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്.